പണ്ടൊരു നാട്ടിലെ രാജകുമാരി, സ്നോർവൈറ്റ് പേരുള്ള രാജകുമാരി. അവളുടെ സൗന്ദര്യത്തിൽ രണ്ടാനമ്മക്ക് അസൂയ ഉണ്ടായി. രണ്ടാനമ്മ അവളെ കൊല്ലാൻ നല്ലൊരു ഭടനെ ഏൽപ്പിച്ചു. ദയാലുവായ ഭടൻ അവളെ കൊന്നില്ല, പകരം നാടുവിടാൻ കൽപ്പിച്ചു. രാജകുമാരി ഓടി ഓടി കാട്ടിലൂടെ ചെന്നെത്തി കുള്ളന്മാരുടെ ഭവനത്തിൽ. കുള്ളന്മാർ അവളെ സൽക്കരിച്ചു. ഒരു നാല് രണ്ടാനമ്മ വയോധ വേഷത്തിൽ രാജകുമാരിക്ക് വിഷഫലം നൽകി. രാജകുമാരി കുഴഞ്ഞു വീണു. കുള്ളന്മാർ അവളെ കണ്ണാടി പെട്ടിയിലാക്കി. ഒരു നാളിൽ ഒരു രാജകുമാരൻ അവളെ കണ്ടു ഒന്ന് ചുംബിച്ചു. രാജകുമാരി കണ്ണു തുറന്നു. സുഖമായി പിന്നവർ ജീവിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ പണ്ടൊരു നാട്ടിലെ രാജകുമാരി, സ്നോർവൈറ്റ് പേരുള്ള രാജകുമാരി. അവളുടെ സൗന്ദര്യത്തിൽ രണ്ടാനമ്മക്ക് അസൂയ ഉണ്ടായി. രണ്ടാനമ്മ അവളെ കൊല്ലാൻ നല്ലൊരു ഭടനെ ഏൽപ്പിച്ചു. ദയാലുവായ ഭടൻ അവളെ കൊന്നില്ല, പകരം നാടുവിടാൻ കൽപ്പിച്ചു. രാജകുമാരി ഓടി ഓടി കാട്ടിലൂടെ ചെന്നെത്തി കുള്ളന്മാരുടെ ഭവനത്തിൽ. കുള്ളന്മാർ അവളെ സൽക്കരിച്ചു. ഒരു നാല് രണ്ടാനമ്മ വയോധ വേഷത്തിൽ രാജകുമാരിക്ക് വിഷഫലം നൽകി. രാജകുമാരി കുഴഞ്ഞു വീണു. കുള്ളന്മാർ അവളെ കണ്ണാടി പെട്ടിയിലാക്കി. ഒരു നാളിൽ ഒരു രാജകുമാരൻ അവളെ കണ്ടു ഒന്ന് ചുംബിച്ചു. രാജകുമാരി കണ്ണു